إنك أنت العليم الحكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് പേരമ്പ്രയിൽ നിന്ന് കേട്ട ഒരു ഈണത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട വേലായുധൻ ചേട്ടൻ അദ്ദേഹം പാടുകയാണ്: സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പർദാനേ. മാനസം തേങ്ങും റുക്കുയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരോണെൻ്റെ നിസ്കാര പായലും. ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായിരമോതും ഞാൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പർദാനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ. എന്തൊരു ആഴമുള്ള വരികളാണല്ലേ! ഒരു മനുഷ്യൻ തന്റെ സങ്കടങ്ങളുടെ ആഴക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തിലുമ്പെന്നോണം അവൻ തന്റെ കൈകൾ മുകളിലേക്ക് നീട്ടുകയാണ്. ആരുടെ മുമ്പിലേക്ക്? പെരിയോനെ എന്ന്. സുഹൃത്തുക്കളെ, ആരാണീ പെരിയോൻ? ചിലർ ഈശ്വരനെന്ന് വിളിക്കും, ചിലർ കർത്താവെന്ന് വിളിക്കും, മുസ്ലിംകൾ അല്ലാഹു എന്ന് വിളിക്കും. പേരുകൾ പലതാകാം, ഭാഷകൾ പലതാകാം, ആരാധനാരീതികൾ പലതാകാം. പക്ഷേ ആത്യന്തികമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ഏറ്റവും വലിയവനായ ഏകനായ ശക്തിയെയാണ് വേലായുധൻ ചേട്ടനും വിളിക്കുന്നത്, നമ്മളെല്ലാവരും വിളിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നത്. വേലായുധൻ ചേട്ടൻ ഒരു ഹിന്ദു സഹോദരനാണ്. അദ്ദേഹം വിളിക്കുന്നത് പെരിയോനെ എന്നാണ്. ഒരു മുസ്ലിമായ എൻ്റെ ഖൽബും ആ വിളി കേൾക്കുമ്പോൾ ഇടറുന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകളും അറിയാതെ നിറയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഒന്നേയുള്ളൂ: നമ്മുടെയെല്ലാം സൃഷ്ടാവ് ഒന്നാണ്, നമ്മുടെയെല്ലാം വേദനയുടെ ഭാഷയും ഒന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ, നിങ്ങളെ നാം ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. നമ്മളെല്ലാം ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്. നമ്മളൊരൊറ്റ കുടുംബമാണ്. കണ്ണീരിൽ മുങ്ങുമ്പോൾ ജാതി ഏതാണ്, മതമേതാണെന്ന് ആരും നോക്കാറില്ല. ഒരപകടം പറ്റുമ്പോൾ ഓടിയെത്തുന്നവൻ, രക്തം നൽകുന്നവൻ തൻ്റെ സഹജീവി മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് നോക്കാറില്ല. അവിടെയാണ് യഥാർത്ഥ മനുഷ്യസ്നേഹം വിജയിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ്. ആ ഭൂമിയിലുള്ളവരിൽ വേലായുധൻ ചേട്ടനുണ്ട്, ജോസഫ് ചേട്ടനുണ്ട്, ആയിഷത്തായയുമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകനായ റബ്ബ്, അവൻ റബ്ബുൽ ആലമീനാണ്, ലോകരുടെ മുഴുവൻ രക്ഷിതാവാണ്. മുസ്ലിങ്ങളുടെ മാത്രം രക്ഷിതാവെന്നല്ല അല്ലാഹു സ്വയം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് വേലായുധൻ ചേട്ടൻ പെരിയോനെ എന്ന് കണ്ണീരോടെ വിളിക്കുമ്പോൾ അത് പേരമ്പ്രയിൽ മാത്രം ഒതുങ്ങുന്നൊരു പാട്ടല്ല, അത് ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കേൾക്കാൻ കാതുള്ള, ആ കണ്ണീരൊപ്പാൻ മനസ്സുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് യഥാർത്ഥ ഇസ്ലാം. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും അതാണ്. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് മുസ്ലിങ്ങൾ സഹായത്തിനെത്തും, പള്ളിയിലെ ഇഫ്താറിന് ഹൈന്ദവ സുഹൃത്തുക്കൾ പന്തലൊരുക്കും. കാരണം നമുക്കറിയാം, നമ്മൾ വിളിക്കുന്ന പെരിയോൻ ഒന്നേയുള്ളൂ. അത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ വേദനകൾ ഒന്നാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ചെന്നെത്തുന്ന ഇടം ഒന്നാണ്. നമ്മളെല്ലാം ഒരൊറ്റ സൃഷ്ടാവിൻ്റെ പടപ്പുകളാണ്. ആ ഒത്തൊരുമ, ആ സ്നേഹം
അത് തകർക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കരുത്. അല്ലാഹു നമ്മുടെയെല്ലാം ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് ഒന്നിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.